ബസ്സുകളിൽ ക്യാമറ നിർബന്ധമാക്കിയിരുന്നല്ലോ സർക്കാർ. അതിനെതിരെ ഇപ്പോൾ CBSE സ്കൂൾ ബസ് മാനേജ്മെന്റ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു വാഹനത്തിൽ 3 വീതം ക്യാമറകൾ ഘടിപ്പിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. അത് സാമ്പത്തിക ബാധ്യത വരുത്തുന്നതാണ് എന്ന് തന്നെയാണ് മാനേജ്മെന്റുകൾ പറയുന്നത്. ആദ്യം പ്രതികരണം കേൾക്കാം. അപ്പോൾ 3 ക്യാമറ ഒരു ബസ്സിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ചോദിക്കുന്നത് 12,000 രൂപയാണ് 3 ക്യാമറയുടെ ചിലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10 വാഹനമുള്ള ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 1,20,000 രൂപ അതിന് ക്യാമറ ഫിറ്റിംഗ്സ് മാത്രം വരും. പിന്നെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസവും ഇതിൻ്റെ സിം റീചാർജ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ റെക്കോർഡിംഗ് സംവിധാനം നഷ്ടപ്പെട്ടു. സ്കൂൾ തുറക്കാൻ കേവലം ഒരൊറ്റ മാസമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ ഇത്രയും പണം ചെലവാക്കി അത് വെക്കാനുള്ള സമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. സിനോജ് തോമസിന്റെ വിശദാംശങ്ങളുമായി. സിനോജ്, ഇത്തരത്തിലൊരു തീരുമാനം വരുമ്പോൾ തന്നെ നമ്മൾ പല എതിർപ്പുകളും പ്രതീക്ഷിച്ചതാണ്. എന്താണ് ഇവർ പറയുന്ന കാര്യം? വിനീത, അതായത് ഈ മാസം 1-ാം തീയതി മുതലാണ് തീരുമാനം മോട്ടോർ വാഹന വകുപ്പ് നടപ്പാക്കി തുടങ്ങിയത്. അതായത് ഈ മാസം 1 മുതൽ ഫിറ്റ്നസ് എടുക്കാൻ വരുന്ന സ്കൂൾ വാഹനങ്ങൾക്ക്, സ്കൂൾ ബസ്സുകൾക്ക് 3 ക്യാമറകൾ നിർബന്ധമായി ഘടിപ്പിക്കണമെന്നായിരുന്നു. അങ്ങനെ ക്യാമറകളില്ലാത്ത ബസ്സുകൾക്ക് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല. അതിനെതിരെയാണ് ഇപ്പോൾ CBSE സ്കൂൾസ് മാനേജ്മെൻറ്റ് അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ബസ്സിൻ്റെ മുൻപിലും പിറകിലും ഒപ്പം തന്നെ ബസ്സിൻ്റെ അകത്തും അങ്ങനെ 3 ക്യാമറകൾ ഘടിപ്പിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയത്. ഇനി സ്കൂൾ തുറക്കാൻ 1 മാസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഈ സമയപരിധിക്കുള്ളിൽ ഇത്രയധികം ക്യാമറകൾ ഘടിപ്പിക്കുക പ്രയാസമാണ്. അത് സാമ്പത്തിക ബാധ്യത കൂടി വരുത്തി വെക്കുന്നതാണ്. കുട്ടികളിൽ നിന്ന് ഈ പൈസ ഈടാക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അനുവദിക്കണം. അത്യാവശ്യമാണെങ്കിൽ 1 ക്യാമറ ഘടിപ്പിക്കാനുള്ള രീതിയിൽ ഈ നിയമത്തിൽ ഇളവ് നൽകണമെന്നാണ് ഈ CBSE സ്കൂൾ മാനേജ്മെന്റിന്റെ പരാതിയിൽ പറയുന്നത്. പക്ഷേ സർക്കാർ ഇത് ഗൗരവത്തിലെടുത്തിട്ടില്ല. കാരണം കുട്ടികളുടെ സുരക്ഷയാണ് സർക്കാരിന് മുഖ്യം, പൊതുസമൂഹത്തിന് മുഖ്യം. അതുകൊണ്ട് തന്നെ ക്യാമറ ഘടിപ്പിക്കണമെന്ന നിലപാടിൽ മോട്ടോർ വാഹന വകുപ്പ് ഉറച്ചു നിൽക്കുകയാണ്. വിനീത, ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ് അത് നടപ്പാക്കുക എന്നതാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. കാരണം അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ ഇനി ഏതാണ്ട് 1 മാസം തികച്ചില്ല എന്നാണ്. സിനോജ് തോമസാണ് വിശദാംശങ്ങൾ.